ഹായ് ഗായ്സ്, ഇന്ന് ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ലാസ്റ്റ് എക്സാമാണ്, ഏറ്റവും ലാസ്റ്റ് എക്സാം. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം വ്ളോഗ് ചെയ്യാം. ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞ് കുറേ ടീംസ് രാവിലെ തന്നെ വിളിക്കണം, 5 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കണം, 10 മിനിറ്റ് കഴിയുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിക്കണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് കാണാം നമുക്ക്. അതാണ് ഗൈസ് പഠിക്കണം എന്ന് പറഞ്ഞ പിള്ളേർ. മുകളിൽ കുറച്ച് പേരുണ്ട്. മുകളിലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടെ പോയി ഹായ് ഗൈസ്. ലാസ്റ്റ് ഇവിടെ ഭയങ്കര പഠിപ്പാ. മോളും റേസി ഭയങ്കര പഠിപ്പ്. ലാസ്റ്റ് മിനിറ്റ് പഠിത്തം പഠിക്കുന്നു. അത് കഴിയുമ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ റൂം. ഇതാണ് ബാൽക്കണി. അത് ശ്രീസ്റ്റാൻ്റെ വീട്. ഇന്ന് ഫുള്ള് വ്ളോഗായിരിക്കും ഗൈസ്, ഇന്ന് ഫുള്ള് വ്ളോഗ്. ഇനി ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് വരാം. തുണി മാറുന്നെടുക്കല്ലേ. പറ, എന്താ ഉണ്ടായി? എത്ര മണിക്ക് എണീറ്റ്? പറയാവുന്ന കാര്യം പറ. ഇപ്പൊ എഴുന്നേറ്റ്. അല്ല, ഞാൻ 5:30 ഉറങ്ങി. അപ്പൊ അത് കഴിഞ്ഞ് പഠിച്ചല്ലേ കഷ്ടപ്പെട്ട്. സ്പീഡിൽ തെക്കി എല്ലാ യൂട്യൂബിൽ വരും. നേരത്തെ കണ്ട ആളല്ല ഞാൻ. ഒന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോ ആള് മാറി. നേരത്തെ ഒരു യൂട്യൂബേഴ്സ് അങ്ങനെയാ. നേരത്തെ കണ്ട ആളല്ല അതൊക്കെ. യൂട്യൂബേഴ്സ് അങ്ങനെയാ, മനസ്സിലായ? ചിരിക്കരുത്. ഓവർ ചിരി പാടില്ല എന്നുള്ളൊരു സജഷൻ വന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം ചിരിക്കില്ല ഗൈസ്. അതെന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ ചാർത്തില്ല. കണ്ട അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അത് ശ്രദ്ധിച്ചിരിക്കും. അത് പറയും. ഞാൻ എത്ര നേരം സംസാരിച്ചത് വീഡിയോ കണ്ടാണ്. അത് വേറൊരു കാര്യം. പഠിച്ചെന്തായി? ഉറക്കം എങ്ങനെ ഉണ്ടായി? അങ്ങനെ നമ്മൾ എക്സാമിന് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ വീട്, കാണാവോ? ഞാനൊന്നും പഠിച്ചില്ല ഗൈസ്. കുറച്ച് ഡ്രാമാറ്റിക് ആവും. കണ്ടോ ഒരു പഠിപ്പിയെ കണ്ടോ നിങ്ങൾ? റെയിൽവേ സ്റ്റേഷനിൽ വന്നത് നമ്മൾ പഠിക്കുന്നു. തെരേസ, ആ ഡെഡിക്കേഷൻ നിങ്ങൾ കാണാതെ പോകരുത്. ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളിനി അതിസാഹസികമായിട്ട് ഈ റെയിൽവേ ക്രോസ് ചാടണം. ഈ ഇവിടെയുള്ളൊരു മൊത്തം കോമഡി. ഒരു ചേട്ടൻ റിവേഴ്സായിട്ട് ഓടി വരുന്നു. എക്സസൈസ് ചെയ്യാനല്ലേ പാവം. ചാടാം. ഇത് എന്നെ കാണിക്ക്, ഞാൻ കയറുന്നേ.
തിരിച്ചു പിടിച്ച് കാണിക്കടി. ബാക്ക് ക്യാമറ വെക്കുന്ന എങ്ങനെ? ഔ വഴി പോണവരൊക്കെ അങ്ങ് ഊക്കി വിടുന്നു. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. അല്ലേ വളർന്നു വരുന്നൊരു യൂട്യൂബർ അല്ലേ എല്ലാവരും തകർത്തിടുന്നേ. എല്ലാവരും ഊക്ക. പിന്നെ ഊക്കൽ എനിക്കൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചില തെണ്ടികൾ എൻ്റെ ജോ ലൈൻ കാണുമ്പോൾ 55 ഇഞ്ചിൻ്റെ ടി വി എന്നും 65 ഇഞ്ചിൻ്റെ ടി വി എന്നൊക്കെ പറയും. അവന്മാരൊക്കെ അധികം പോയി കണ്ട് കശണ്ടിയോ. അതാണ് വേറൊരു കോമഡി. അത് നമ്മൾ ഇവിടെ അങ്ങ് ഇരിക്കും, എന്നിട്ട് അങ്ങ് ഇരുന്ന് പഠിക്കും. അപ്പം നാട്ടുകാർ മൊത്തം കാണും. മനസ്സിലായോ? പഠിച്ചാ ശരിക്കും? ശരിക്കും കേറ്. ഫുൾ മാർക്ക്. അതെ. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ പോവോ? ഇന്ന് പോവും. എന്നിട്ട് പ്രൊജക്ട് പ്രസന്റേഷൻ ഉണ്ട്. അതെന്താ? 6-7 അതിന് വരും. എത്ര പേര് പോകുന്നു? ആ പാട്ട് പാട്. പ്രാക്ടീസ് ചെയ്യാം. എല്ലാരും ബസ്സിന്ന് പ്രാക്ടീസ് ചെയ്യണം. വീട്ടിൽ കോളേജ് പഠിച്ച് ചെയ്യാനുള്ളതാ ഫോട്ടോ എടുക്കുമ്പോ. ചിരിച്ചെങ്ങനെ നമ്മൾ പാടിട്ടോ അടുത്തത് എന്തത്? ഇതെന്റെ ചുണ്ടുമല്ലൊരു ചമട് യൂട്യൂബിൽ വരാനാ? ഇതാണ് ഇൻട്രോ. യൂട്യൂബ് ഇൻട്രോ നിന്റെ നീ ഇറങ്ങി പൊടിയാണ് നോട്ടെ പ്രൈവസി. ലാസ്റ്റ് ഡേനെ പറ്റി എന്താ പറയാനുള്ളത്? എക്സാം ആയതോടെ തോന്നുന്നില്ല. പഠിച്ചാ പാസ്സായാൽ മതി. ഇനി എനിക്ക് എക്സാം എഴുതാൻ വയ്യ. ലാസ്റ്റ് എക്സാം. ഹിമ ഞാനും എന്റെ കോളേജും ഫസ്റ്റ് ഇയർ. ഞാൻ ഫസ്റ്റ് ഇയർ ലുക്കല്ല കേട്ടോ. പക്ഷെ ഞാൻ മോഡൽ ഞാൻ നൊസ്റ്റാൾജിക്ക് വേണ്ടി വെച്ചതാണ്. പഠിച്ചാ ജൂബിനെ? പഠിക്കാൻ വേണ്ടിട്ടല്ലേ? പിന്നെ നീ പഠിച്ചാ? ഞാൻ പിന്നെ പഠിക്കാനേ പഠിച്ചിട്ട് എവിടെ പോണ്? ആ അതിന് എന്നിട്ട് എവിടെ പോന്നു? ക്ലാസ്സിൽ പോയി പഠിക്കണം. കുറച്ചൊന്നും നോക്കാറുണ്ട്. റിവിഷൻ ഇത് കുറച്ച് കൂടുതലാ. അവൻ പഠിക്കട്ടെ. നിനക്കെന്താ അവൻ പഠിക്കണേ? എക്സ്പ്രസിന്റെ മണ്ടേ പോകും. അവൻ എങ്ങനെയും ഇതിന് BPT നീക്കില്ലെന്ന് അറിഞ്ഞത്. ജഗ വന്നാ ഐഡി കാർഡൊന്നും വേണ്ട. നമ്മളെല്ലാരും എക്സാം എഴുതാൻ പോയല്ലേ? ടെൻഷൻ ഉണ്ടോ? ലാസ്റ്റ് എക്സാം എന്ത് ടെൻഷൻ?
നിസാമേ പറ ലാസ്റ്റ് എക്സാം എഴുതാൻ പോകുന്നതിന്റെ ഒരു പറ്റിയുള്ള ഒരു 2 വാക്ക്. എക്സാം എഴുതാൻ പോകുന്നതിനെ പറ്റി ചിലവർക്ക് ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരിക്കും, പക്ഷെ ചിലവർക്ക് ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരിക്കും. ആര് പറഞ്ഞ സപ്ലൈ വാങ്ങാൻ? എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പിന്നെ അത് വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഓ ശരി, ഇയാൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വാ. അബി നോക്കിയോ ചിരിച്ചേ. ഞങ്ങൾ ലാസ്റ്റ് എക്സാം എഴുതാൻ പോവാണ്. യെസ്. ഇനി ഇതുപോലെ പരീക്ഷ ഇല്ല, എനിക്ക് സപ്ലൈ അല്ലാതെ കാണാത്തോന്നില്ല. മുട്ട എക്സാം എങ്ങനെയുണ്ട്? നല്ല പരീക്ഷ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗൈസ് നമ്മുടെ എക്സാം കഴിഞ്ഞു. ഹായ് ഗായ്സ്, നമ്മുടെ എക്സാം കഴിഞ്ഞു ഗായ്സ്. റിയ വ്ലോഗിൽ കയറും. ഗൈസ് നമുക്ക് BML പരിചയപ്പെടാം. ഇതാണ് റിയ. എന്തോ വളരെ മോശം സ്വഭാവം, കാണുന്ന ഈ പാവം മോന്ത് മാത്രമേ ഉള്ളൂ, വായ തുറന്നാ ഊക്കലേ വരത്തുള്ളൂ. അപ്പം എക്സാം ലാസ്റ്റ് എക്സാം നല്ല അടിപൊളിയായിരുന്നു. ജോണേ ആ നമ്മുടെ ചെക്കന്മാര് വന്നു. വാ 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 വ്ളോഗ് 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 ലാസ്റ്റ് എന്തിനൊക്കെ പറ ലാസ്റ്റ് അങ്ങനെ ഞങ്ങളുടെ അവസാന പരീക്ഷയും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി യാത്രയില്ല. അടിപൊളിയായിട്ട് എഴുതിയ എക്സാം എഴുതിയാ, എല്ലാം നന്നായിട്ട് എഴുതിയാ. അടുത്ത നമ്മുടെ പരിപാടി എന്താ പ്ലാൻ ചെയ്തേക്കണേ? ഇനി പരിപാടിയില്ല. അന്ന് പരിപാടിയൊന്നും ഇല്ലാത്ത നേരെ തൃശ്ശൂരിലേക്ക് കെട്ടിയയക്കുവോ? നീ പള്ളി അങ്ങനെ ഞാൻ ഇപ്പൊ തൃശ്ശൂർ പോകുന്നില്ലെങ്കിലോ. കറണ്ട് പോയി കറണ്ടിലൊക്കെ വരാം. യൂട്യൂബിൽ വരും കേട്ടോ. ശരിക്കും എന്തിനൊക്കെ പറ എക്സാം കഴിഞ്ഞു. നമ്മൾ നല്ല രീതിക്ക് ഔട്ട് ഓഫ് എസ്റ്റേറ്റ് ഇന്നാണ് ആ ദിവസം. നമ്മൾ അൺഎംപ്ലോയിഡ്. വില പാടിട്ടോ നോക്കട്ടെ. നീ പറ നീലൊക്കെ എക്സാം എക്സാം ഭയങ്കര വിഷമത്തില്ലേ? ഇവിടെ ആദ്യമേ ഇറങ്ങിപ്പോയി ഗൈസ്. ഞാൻ അറിയുന്ന 2 മൊഡ്യൂളൊന്നും ഇല്ല എൻ്റെ. മിസ് ചെയ്യോ? കോളേജ് മിസ് ചെയ്യോ? അത് പറ. കോളേജല്ല എന്നല്ലേ മിസ് ചെയ്യായോ? ഇനി നമ്മളിൽ എങ്ങനെ എക്സാം എഴുതാൻ എക്സാം ഇല്ല. എക്സാം എങ്ങനെയുണ്ടായി? എക്സാം എന്തുവാ, വേസ്റ്റ് അല്ലേ, വേസ്റ്റ് പോലും കളഞ്ഞു. എന്താ അവന്മാരെന്ത് നിനക്ക് എങ്ങനെയുണ്ടായി? സംശയമുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടില്ലായിരുന്നല്ലോ. ഫസ്റ്റ് മുട്ടുകൾ എന്തോ എഴുതിയെന്നിട്ട്? അല്ലല്ല, ഫസ്റ്റ് മുട്ടുകൾ എഴുതിയേക്കുന്നത്. ആണാ? ബാക്കിയുള്ള വായിച്ചിട്ട് വരുമ്പോൾ ഓർമ്മയൊന്നുമില്ലല്ലോ. നിനക്കോ? എന്റെ ഇത് നന്നുണ്ടല്ലോ. അപ്പൊ എന്തിനൊക്കെ പറ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. സങ്കടമുണ്ടോ ശ്രീലക്ഷ്മി? സങ്കടമുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, നല്ല സങ്കടമുണ്ട്. നീ എന്തിനു പറ. ലാസ്റ്റ് എക്സാം പോലും സന്തോഷിക്കാൻ സമ്മതിച്ചില്ല അവര്. എന്ത് പറ്റി? വളരെ എക്സാം യൂട്യൂബിൽ വരുവേ, ഫേമസ് ആവുക എല്ലാവരും. ഫേമസ് ആക്കും, അങ്ങനെയെങ്കിലും ഞങ്ങളെ സന്തോഷിക്കട്ടെ. ഇന്ന് ഏതാ വ്ളോഗ്? എന്നാ നീ തമിഴ്നാട്ടിൽ പോണേ? അങ്ങനത്തെ അല്ലല്ലോ ചോദിക്കാൻ. 15 ഞായിരുന്നു. നീ എന്നാ ഇതുപോലെ കളറുള്ള കുടിക്കുന്നത്? അടുത്ത ആഴ്ച എടാ അടിച്ചു കരഞ്ഞല്ലോ. മുടിയും താടിയും പെട്ടെന്ന് കേട്ടോ. എന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാ വെട്ടണേ? വെട്ടണാടാ. ഹായ് ജോസ്. ജോസിന്റെ അവസാനത്തെ എക്സാമിന്റെ എക്സ്പീരിയൻസ് പറ. അവസാനത്തെ എക്സാം ആയതുകൊണ്ട് 22 പേജ് പോയാൽ പോക്കറിഞ്ഞില്ല, പെട്ടെന്ന് തീർന്നു പോയി. പിന്നെ ഞാൻ ആലോചിച്ചു മാതിരി ഇതൊക്കെ ഞാൻ എഴുതിയതാണോ എന്ന്. ഞാൻ മനസ്സിലായി ഇതിന്റെ അവസാനത്തെ എക്സാം ബിടെക് ജീവിതത്തില്. അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ചു എന്റെ പഴയ എക്സാം ഒക്കെ മാത്സ് ഒക്കെ ഇരുന്ന് എഴുതി ആലോചിച്ച് എന്ത് പെട്ടെന്ന് പൂനെ പോയിട്ട് പൂനെ പോയി. ഞാൻ ഇതാണ് മദ്യം. ഇതോടുകൂടി നിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി മദ്യത്തിനെ കുറിച്ച് പറയില്ല കേട്ടല്ലോ. +1 ഞാൻ വന്ന് എഴുതിയ മാത്സ് ഒക്കെ ഞാൻ അപ്പൊ ഇരുന്ന് ആലോചിച്ചു. എനിക്ക് ഞാനത് ഇനി എഴുതി. ഞാനും ഉണ്ട്. സപ്ലൈ ഉണ്ട്.
സപ്ലി കുറവാ, കുറച്ചേ ഉള്ളൂ. എത്ര ഉണ്ടെന്ന് പറ. 23 നിനക്കോ? എനിക്ക് 5 എണ്ണം. ഞാൻ പഠിപ്പിയാ. നിനക്കോ? എനിക്കില്ല. ഞങ്ങൾ കുറച്ച് പഠിപ്പിക്കാം. അപ്പൊ നിനക്കോ? സപ്ലി ഉണ്ടായിരുന്ന കൊല്ലത്ത് കൂടിക്കൂടായിരുന്നോ? ഇനിയിപ്പൊ തൃശ്ശൂർ പോയിട്ട് പിണ്ടം വരാം. വേണ്ട, നമുക്ക് ആ ചർച്ചയിലോട്ട് നീങ്ങാം. എടാ എനിക്ക് വേണ്ടേ? അല്ല കണക്റ്റ് അല്ല മറ്റേ സാധനം. ഗൈസ് ഞങ്ങൾ നമ്മുടെ കോളേജ് വിടാൻ പോകും. അത് കഴപ്പാ. ഒരു പേപ്പറിലാണ് നോക്കണ്ടേ? ഇങ്ങോട്ട് വാ മയില്. എല്ലാ യൂട്യൂബിൽ കിടന്ന് കറങ്ങിച്ചരാ. खत्म टाटा बाय बाय അല്ല എക്സാം ഏതുണ്ടായി? एग्जाम पास എല്ലാം പാസ്സാ മാർക്ക് കാണത്തില്ല നീയോ? എല്ലാരും പാസ്. എല്ലാരും പാസ് ഇതെന്താ കൈമേ? മേഘ എങ്ങനെയുണ്ട് എക്സാം? ഇനി കാണത്തില്ല. പാപ്പ പറഞ്ഞാൽ കാണും കേട്ടോ. നീ പോടാ. പാപ്പ പറഞ്ഞാൽ കാണും. ഷാകിര നോക്കണ. എനിക്കെന്താ നോക്കിയാ? ഞാൻ നോക്കല്ലേ, എന്താ നോക്കിയാ? ഞാൻ നോക്കല്ലേ. ഇങ്ങനെ ചിരിച്ചേ. ചിരിക്ക്. കള്ള ചിരിയാ. നോക്ക്. ചിരിക്ക്. ചിരിക്ക്. ചിരിച്ചില്ലേ? ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. വന്നതേ ഉള്ളൂ മൈസൂർ. ഞാനൊരു തള്ളയെ വിളിച്ചോ. ആ ഒരു തള്ള. ചിരി. ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങള് ബാങ്ക് കളിക്കാൻ പോവാണ് ഗായ്സ്. പപ്പി അടിക്കാൻ പോയിരുന്നു രാത്രി. പപ്പി കട്ടാവും. പറ പറ നമ്മള് ബാങ്ക് അടിക്കാൻ പോണതിനെ പറ്റി പറ. ബാങ്ക് അടിക്കാൻ പോകുന്നത് ചിരിച്ച്. ജോണേടാ ഇങ്ങ് വന്നേ. എന്തെങ്കിലുമൊക്കെ പറ. എന്ത് പറയാ, ഞങ്ങളുടെ തടിച്ചുമായിട്ട് തൃശ്ശൂർക്ക് പോവാണ്. പിണ്ടന്മാര് അല്ലേ പോയിട്ട് ഇതെന്റെ തൃശ്ശൂർ ഫോളോവേഴ്സ് കണ്ടോണ്ടല്ലോ നിന്നെ പറപ്പിക്കും അവര്. ലോകത്തിൽ തൊടാൻ പറ്റത്തില്ല. പത്തനാപുരം എന്താ? പത്തനാപുരത്തെ 10 പനം പച്ച ചത്തകൾ ചത്തു കുത്തിയിരുന്നു കേട്ടോണ്ടോ? അത്ര പറയാൻ പറ്റുമോ? 10,000 10 പച്ചത്തത്തകൾ ചത്തു കുത്തിയിരുന്നു. അതിലൊന്നും മുക്ക് എല്ലാവരും വരാൻ. പത്തനാപുരത്ത് പച്ച പത്തനാപുരത്ത് 10 പനം പച്ച നീ ആദ്യം പത്തനാപുരത്ത് ഞാൻ പറയാം. പത്തനാപുരത്ത് പച്ച പറന്നുപോയല്ല. പത്തനാപുരത്ത് 10 പച്ച പനം ചത്തകൾ പറയടി. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തി. 10 പനം പച്ച തത്തകൾ. എന്തോന്ന് വെച്ചത് മര്യാദക്ക് പറഞ്ഞോ. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ ചത്തു കുത്തിയിരുന്നു. അഞ്ചോട്ടം പറ. ഞങ്ങളുടെ ഡയലോഗ് ഞങ്ങളുടെ പണിയെടുക്കും, ഞങ്ങൾക്കല്ല പണിയെടുക്കും. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച കറക്റ്റ് പറയണോ? പിന്നെന്തുവാ? എന്നെ വിളിച്ചായിരുന്നു, ഞാൻ എടുത്തില്ല. അങ്ങോട്ട് വിളിക്കാൻ പോവാ. പച്ച 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 ദീപൊന്നും മുട്ടയും ആരാ അവരടിച്ചു പിരിഞ്ഞു. അവിടെ പോയി അവരടിച്ചു പിരിഞ്ഞു. എന്താ ഇമ്രാന്റെ ഗേൾഫ്രണ്ട് നമ്മളൊന്നും ചെയ്യാം. ഇമ്രാൻ എന്തോ കണക്കിന് പറഞ്ഞിട്ടുണ്ട്. ഇമ്രാനും പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്നലെ കൊച്ചു റീലാണ്ട് അയച്ചിട്ട് ഇവൻ കണ്ടില്ലെന്നാ പറയും. കൊച്ചു ലൈവായിട്ട് റീൽ കാണിക്കാൻ വേണ്ടി വന്ന് ഒരു ഇണക്കങ്ങളും പാവം കൊച്ചു എത്ര ഞങ്ങൾ വിഷമായി കണ്ട് ഇങ്ങനെ ആനന്ദിക്കുന്നു. നിനക്ക് വേണ്ടുണ്ടോടാ? പെണ്ണുണ്ടോടാ നിനക്ക്? അയ്യോ എനിക്ക് വേണ്ടേ. വണ്ടി കൊണ്ടേ രാജാവ് രാജാവ് കുടത്തിൽ എന്ത് പറയാത്തെന്താ? നീ പറഞ്ഞേടാ. രാജാവ് അതല്ല നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറ. നാവ് വരുത്തില്ല ഓർത്ത് ഞങ്ങൾക്ക്. വെക്കി പറ. ഞാൻ പറ നീ പറ. വെക്കി അധികം നേരം ഓണാക്കാൻ പറ്റൂലേ? അതിന്ന് നിറയും ആ ഫോൺ.
നാല് മാർക്ക് വെറുതെ കളഞ്ഞ് സെഡിമെന്റേഷൻ എഴുതിയില്ല ഫിസിക്കലാണോ? എനിക്ക് അറിയായിരുന്നു ഇയാൾ എഴുതിയത് ലാൻഡ് ഫില്ല് ബയോഗ്യാസ്. ഒരു വരവ് കൂടി വരണ്ട വരും. ഞാൻ പറഞ്ഞ 3 മാർക്കിനെ പറഞ്ഞു കൊടുത്ത് അവിടെ എന്നെ വെല്ലുവിളിക്കുന്നത് അത് തെറ്റാണെന്ന് പറഞ്ഞു. ഓ എന്റെ അമ്പോ അറിയത്തില്ലെങ്കിൽ അങ്ങ് സമ്മതിക്കണം.